നിങ്ങളെ മക്കളോട് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മക്കളോട് ഞാൻ പറയില്ലേ, ഉമ്മ എങ്ങനെയാന്ന് വെച്ചാൽ അയച്ചാൽ പറയും പൊട്ടത്തേടാ പൊട്ടത്തി. ഇനി നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? വീട്ടിൽ നിങ്ങളെ മക്കളോട് ഉപ്പേന്റെ അപ്രോച്ച് എന്താ നോക്കൂ. ഉപ്പേനെ കാണുമ്പോൾ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. ഉപ്പേനെ കാണുമ്പോൾ എൻ്റെ മോനും എന്നെ കാണുമ്പോൾ ഓടി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുന്നു. ചെക്കൻ ചോദിക്കുക പൈച്ച, സഞ്ജയ് കെന്റെ പൈച്ച, ബുക്കിന്റെ പൈച്ച. അച്ഛനെ കാണുമ്പോൾ പൈസ, ബാപ്പേനെ കാണുമ്പോൾ പൈസ. ഉമ്മ എന്ന് പറയുന്ന സാധനത്തിനെ കാണുമ്പോൾ തിന്നാൻ കൊടുക്കുന്ന എന്തോ സാധനം. ഉമ്മ അടുക്കളയിൽ നിന്ന് ആട്ടപ്പട്ടിയിട്ടേക്ക് എന്ത് കൊടുത്തിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടാ? മക്കൾ പറയും പിട്ട് വേണ്ട, നൂൽപ്പെട്ട്, നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മേനിട്ട് ഉരുട്ടുവാണ്. അതേസമയം നിങ്ങളെ മക്കളെയും കൂടി ആ പണിയിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഈറ്റകൾ വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കുന്ന കുട്ടികളാണ് മൊബൈൽ ഫോണിന്റെ ലോകത്ത് തലതാഴ്ത്തപ്പെടുന്നത്. ശരിയാണോ തെറ്റാണോ? എപ്പോഴാണ് മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോ. അപ്പൊ നിങ്ങൾ പറയും എന്ത് പണിയില്ലാണ്ട് അവന് പഠിക്കണ്ടേ? ലോകത്ത് ഏതെങ്കിലും കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? ഒരു കുട്ടിക്കും പഠിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളെ വെറുതെ ഇരിപ്പിക്കരുത്. 4 മണിക്ക് ഈ ഗ്രൗണ്ടിൽ നിങ്ങളെ മക്കൾ 4 മണിക്ക് ആടി തിമർക്കട്ടെ, കളിക്കട്ടെ, എന്നിട്ട് വേർപ്പ് കുളിച്ച് വീട്ടിലേക്ക് വരട്ടെ. സന്ധ്യാസമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ മക്കളെ പച്ചവെള്ളത്തിൽ നിങ്ങൾ കുളിപ്പിക്കണം. പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് പുയ്ക്കും അവിലെല്ലാം നിറയെ കൊടുക്കണം. ഏമ്പക്കിടുന്നവരെ കൊടുക്കണം. ഏമ്പക്കിട്ടതിന് ശേഷം ഇതിനെ പിടിച്ചിട്ട് ഇംഗ്ലീഷ് ബുക്ക് തുറന്നു വെച്ചിട്ട് അതിന്റെ മുമ്പ് കുത്തിരിപ്പിക്കണം. അന്നേരം ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ഉറങ്ങിയ ഒരു കുട്ടിയും ഈ ലോകത്ത് നശിച്ചു പോയിട്ടില്ല. കുട്ടി ഉറങ്ങണം, കുട്ടി കളിക്കണം, എന്നിട്ട് സമയമുണ്ടെങ്കിൽ പഠിക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ എൻ്റെ മക്കൾ മൊബൈൽ ഫോണിൽ നല്ലോണം കളിക്കുന്നതുകൊണ്ട് തങ്കപ്പെട്ട കുട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് നിർത്തണം. ഈ മൊബൈൽ ഫോൺ നല്ല ഉപകരണമാണ്. അതേസമയം തെറ്റ് ചെയ്താൽ 3 കൊല്ലം ജയിലിലേക്ക് പോകുന്ന, മാക്സിമം ശിക്ഷ കേട്ടാൽ കസയിൽ നിങ്ങളും താഴെ പോകുന്ന എനിക്കൊരു സംശയമൊന്നുമില്ല. 1 കോടി രൂപ പിഴയും ജീവപര്യന്തം തടവുമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം.